അപ്പം ഞാൻ കേട്ടെ അപ്പം ഈ സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്തില്ലേ അവിടെ ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഭയങ്കര തമാശയൊക്കെ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടോ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ? സംഭവം എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എന്നെ സംബന്ധിച്ച് ഒന്ന് ഗെയിമിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ഗെയിം പ്ലേ കാര്യങ്ങളോ അല്ലെങ്കിൽ റിയാക്ഷനി വരുന്നത്. പക്ഷെ എനിക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് വന്ന മൊമെന്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്റെ ഫസ്റ്റ് സൂപ്പർ ചാറ്റ് എനിക്ക് ഹാപ്പി മൊമെന്റ് ആയിരുന്നു. പിന്നെ എന്റെ ഹയസ്റ്റ് സൂപ്പർ ചാറ്റ് എനിക്ക് ഹാപ്പി മൊമെന്റ് ആയിരുന്നു. പിന്നെ എന്റെ കണ്ടന്റ് അത് ഒരു ദിവസം 22,000 രൂപ കിട്ടി. എന്റെ നിങ്ങളുടെയൊക്കെ ഒരു മാസത്തെ ശമ്പളമായി പറഞ്ഞ അത് 2ാമത്തെ മാസം എന്താ കിട്ടി. അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷം. പക്ഷെ പിന്നെ കിട്ടിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ 2ാമത്തെ മാസം തൊപ്പി എന്റെ ഒരു കണ്ടന്റ് റിയാക്ട് ചെയ്തു. അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ വേറെ ഒരു വട്ടമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ സൈക്കോ ബ്ലൈൻഡ് സൈക്കോ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളി ലെജൻഡറി സ്ട്രീമർ. അപ്പം പുള്ളിയുടെ അവിടെ നിന്ന് പുള്ളി ജസ്റ്റ് എന്റെ പേര് പറയാൻ വേണ്ടി എന്തോ കമന്റ് ഇട്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് ബെസ്റ്റ് ഓഫ് ലക്ക് അങ്ങനെ എന്തോ പറഞ്ഞു. അതും എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതില്. അപ്പം അങ്ങനത്തെ കണ്ടന്റാണ് ഞാൻ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓർത്തിരിക്കുന്നത്. ഈ സ്ട്രീമിങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഞാൻ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, അപ്പം ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ, സ്ട്രീമിംഗ് കൾച്ചർ, ഇതിവിടെ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആരാന്നറിയും? ശരിക്കും പറഞ്ഞാൽ OG സ്ട്രീമർ എന്ന് പറഞ്ഞാൽ സംസാരിച്ച് വരുമ്പം നമ്മുടെ കേരളത്തിൽ ഗെയിമിങ്ങിലും സ്ട്രീമിങ്ങിലും ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ഫാൻ ബേസ് ഉള്ള റൈസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഫയർ പ്ലെയറിന്. പുള്ളി ഇതുവരെ ഫേസ് പോലും കാണിച്ചിട്ടില്ല. എന്നിട്ട് പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 6 million പ്ലസും യൂട്യൂബിൽ 10 million പ്ലസ്, എനിക്ക് കറക്റ്റ് അറിയില്ല. പ്രോപ്പർ ഗെയിമിംഗ്. പുള്ളിയുടെ കൈ മാത്രമേ ഇപ്പോഴും ഉള്ളൂ, പുള്ളിയുടെ മുഖം പോലും കാണിച്ചിട്ടില്ല. അപ്പൊ കേരളത്തിൽ ഏറ്റവും ടോപ്പ് OG പുള്ളിയാണ്. അതിനുശേഷം സ്ട്രീമിംഗ് മലയാളത്തിൽ കൊണ്ടുവന്ന് MRC ഗോകു, തൊപ്പിയുടെ ഒക്കെ MRC ഗോകു ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഗോകു സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കാസ്ട്രോ വന്നു, പിന്നെ സൈക്കോ വന്നു. അതിനുശേഷം ഇപ്പൊ കാണുന്ന പല പല സ്ട്രീമേഴ്സും